തീർച്ചയായിട്ടും ആനയുടെ മരണം വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. പല പാളിച്ചകളും അതോടൊപ്പം പല വിജയവും ആ പ്രവർത്തനത്തിൽ നമുക്ക് കാണാനും കഴിയും. പെട്ടെന്ന് മാനന്തവാടി പോലുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അപകടമുണ്ടാകാതെ അതിനെ അവിടുന്ന് പിടിച്ചു മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അവിടെ ആനിമലിന്റെ സേഫ്റ്റിയും ആളുകളുടെ സേഫ്റ്റിയും തമ്മിലൊരു താരതമ്യം വരുമ്പോൾ ചില പ്രവർത്തികൾ ഒരല്പം വേഗത കൂടി പോകുന്നത് സ്വാഭാവികമാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. തീർച്ചയായിട്ടും അതിനെ മയക്കുവെടി വെച്ച് പിടിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്തത് അത്ര ശരിയായ ഒരു നടപടിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മയക്കുവെടി വെച്ചതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട് ഉള്ളത്. ഒന്ന്, അതിന്റെ മരുന്ന് തീരുമാനിക്കുകയും അത്തരം കാര്യങ്ങളാണ്. രണ്ട്, ആ തോക്ക് ഉപയോഗിച്ച് ആ സിറിഞ്ച് പറത്തി വിടുക. അത് ശരിക്കൊരു അങ്ങനെയാണ്. അത് ഒരു വെടിയുണ്ട അല്ല, മിക്കവർക്കും അറിയാമായിരിക്കും. ഒരു നീളത്തിലുള്ള ഒരു സിറിഞ്ചിനെ നമ്മൾ പറത്തി വിടുന്നതാണ്. അപ്പൊ അത് ചെയ്യുന്നത് പലപ്പോഴും വെറ്റിനറി ഡോക്ടർമാരല്ല. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും അത് വെറ്റിനറി ഡോക്ടർമാർ ചെയ്യുന്നത്. മറ്റു സ്ഥലങ്ങളിലൊന്നും അവരല്ല ചെയ്യുന്നത്. കാരണം അതൊരു തോക്ക് ഉപയോഗിച്ച് അത് പറത്തി വിടുക എന്നുള്ള മൃഗത്തിന്റെ പുറത്തേക്ക് അതിനെ പറത്തിവിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു നടപടിയാണ്. ഇത് രണ്ടായിട്ട് കാണുന്നു. അപ്പൊ ഡോക്ടർമാരവിടെ മുത്തങ്ങ ക്യാമ്പില് ഡോക്ടറാണ് പങ്കെടുത്തതെന്നാണ്, വെറ്റിനറി ഡോക്ടറാണ് പങ്കെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കുറച്ച് പരിചയമുള്ള ആൾ തന്നെയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ അൻസപ്പുരയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ ഒരു മൃഗത്തിന് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ആന പോലെയല്ല, വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ നടന്ന ഒരു മൃഗത്തിനെ നമ്മൾ മയക്കുവെടി വെച്ച് പിടിക്കുമ്പോൾ തുടർന്ന് നൽകേണ്ട പരിചരണത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊരു പക്ഷേ ആ പ്രദേശത്ത് ഈ ആനയെ നിർത്തി പരിചരിക്കുന്നതിനുള്ളൊരു സൗകര്യക്കുറവിന്റെ ഒരു ഭാഗം കൂടി ആയിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനൊരു വലിയ മുറിവ് അതിന്റെ ഇടതുവശത്തുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് അത്ര വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ TV-യിൽ കാണുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആനയ്ക്ക് ക്ഷയരോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പകൽ മുഴുവനുള്ള സ്ട്രെസ്സോട് കൂടിയുള്ള ഓട്ടവും നടപ്പും അതോടൊപ്പം മയക്കുവെടി അല്ലെങ്കിൽ ആ മരുന്നിന്റെ ഒരു എഫക്റ്റും ഒക്കെ കൂടെ ചേരുമ്പോൾ അതിന്റെ ആരോഗ്യത്തില്, പ്രത്യേകിച്ച് ഈ പറയുന്ന ശ്വാസം വലിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. ഈ TB ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മുൻകൂട്ടി നാട്ടാനകളിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു അസുഖമാണ്. അപ്പൊ അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്താ പറയുക, പിടിക്കുന്നവരെയുള്ള ഒരു പ്രവൃത്തി നമുക്ക് ന്യായീകരിക്കാമെങ്കിലും അതിനെ തുടർന്നുള്ള പെട്ടെന്നുള്ള ഒരു മാറ്റം അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത് പക്ഷെ കുറച്ചുകൂടി ഒബ്സർവ് ചെയ്ത് അതിന്റെ ക്ഷീണമൊക്കെ മാറ്റി കുറച്ച് ചികിത്സയൊക്കെ നൽകി അതിനെ മാറ്റിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചു കാലം കൂടി, പക്ഷെ TB ആണെങ്കിൽ ഈ പറയുന്ന പോലെ അധികാലം ജീവിക്കില്ല എങ്കിലും കുറച്ചു കാലം കൂടി അത് ജീവിച്ചിരുന്നതിനെ എന്നാണ് അനുമാനിക്കേണ്ടത്. പിന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ എപ്പോഴും ഈ നാട്ടുകാരുടെയും ഭരണകൂടത്തിന്റെയും ഒക്കെ ഒരു വലിയ പ്രഷറിലാണ് നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് ശരി എന്ന് 100% ശരിയാണെന്ന് ബോധ്യം വരാതെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഈ വന്യജീവികൾ പുറത്തിറങ്ങുമ്പോൾ വെറ്റിനറി ഡോക്ടർമാർ ഏറ്റവും അധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. കാരണം മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചുരുങ്ങിയത് 2 ഡോക്ടർമാരെങ്കിലും വേണം. അത് വനംവകുപ്പ് വേണം അതിന് വേണ്ട നടപടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ വളരെ ടെൻസ്ഡായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരായിരിക്കും. അവര് തീർച്ചയായിട്ടും അവരുടെ പരമാവധി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മൾ അവരെ അങ്ങനെ കാടച്ച് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം അവരുടെ മനോവീര്യം തീർക്കുകയും തുടർന്നുള്ള ഇനിയും ഇത്തരം കാടിറങ്ങലുകൾ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ അവർ ഇടപെടുന്നതിനെ പിന്തിരിപ്പിക്കാൻ പാടില്ല. അതൊരു അഭ്യർത്ഥനയാണ്. കാരണം അതിൽ ആ ഓപ്പറേഷനിൽ ശരിക്കും പങ്കെടുത്ത ആൾക്കാരൊക്കെ തന്നെ വളരെ ആത്മാർത്ഥതയോട് ചെയ്തു. പിന്നെ പുറകിൽ നിന്ന് നിയന്ത്രിച്ചവര് എന്തുമാത്രം അതിൽ ആത്മാർത്ഥതയല്ല ഇൻവോൾവ് ആയി അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ള കാര്യം ഒരുപക്ഷെ നമുക്ക് ചർച്ച ചെയ്യാം.